കുട്ടിപ്പട്ടാളത്തോടു കൂടി സുബി ഒന്ന് രക്ഷപ്പെട്ടു. ഒന്ന് ഫിനാൻഷ്യലി അവളൊന്ന് സെറ്റ് ആയിരുന്നു ആ സമയത്ത്. കുട്ടിപ്പട്ടാൾ അതൊന്നും ഒരു വാടകയ്ക്കല്ലേ താമസിക്കണേ. അതെ, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് മന്ത്ലി ഒരു ഇൻകം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. കുട്ടിപ്പട്ടാളം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു, ഇനി നിന്റെ റേഞ്ച് കൂടി, നീ പണ്ടത്തെ പോലെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒന്നും എങ്ങും പോകരുതെന്ന് പറഞ്ഞ് പിഷാരടി കൊണ്ടുപോകണ പ്രോഗ്രാമിനെല്ലാം പിഷാരടി കാശ് കൂട്ടി തുടങ്ങി. അപ്പോൾ അതുവരെയൊക്കെ എനിക്ക് ട്രൂപ്പ് ഉണ്ടായി. ഞാൻ പിന്നെ ട്രൂപ്പ് അങ്ങ് നിർത്തി. ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ട്രൂപ്പ് നിർത്തി, ഡാൻസ് ഗ്രൂപ്പൊക്കെ പിരിച്ചുവിട്ട്. അപ്പോൾ പിഷാരടിയൊക്കെ അന്ന് ഞാൻ പോണ പ്രോഗ്രാമിന് സാജുക്കൊടിയൻ, സാജൻ പള്ളുരുത്തി ഇവരൊക്കെ വന്നുകൊണ്ടിരുന്ന വെച്ചതാണ്. ഞാനൊരു എനിക്ക് തോന്നുന്നു ഒത്തിരി സ്റ്റേജുകൾ ഒരു 10 കൊല്ലത്തോളം അതും ചെയ്തു. ഇവളുടെ ഒരു പേരുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പ്രോഗ്രാം പിടിക്കാൻ പറ്റണത്. അങ്ങനെ പിടിച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ വീട് മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായുള്ളൂ. പോയി വീട് മേടിച്ചത് 65 ലക്ഷം രൂപയുടെ വീടാണ് മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഇങ്ങോട്ട് ഇതാവുമല്ലോ. അപ്പോൾ അമ്മ എന്ത് കണ്ടിട്ടാണ് ഈ കളിക്കണം, അമ്മ എന്താ ഇങ്ങനെ കാണിക്കണേ, ഈ രൂപയ്ക്ക് വീട് കിട്ടും, അമ്മ എന്തിനാ ഇപ്പോൾ ഈ വീടിന് പോയി അഡ്വാൻസ് കൊടുത്തതെന്ന് ചോദിച്ചു.